കളമശ്ശേരി സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ബോംബുണ്ടാക്കിയ രീതി ഡൊമിനിക് മാർട്ടിൻ വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഫോൺ നമ്പർ ആരുടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. 24 എക്സ്ക്ലൂസീവ്. വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. വിഷ്ണു, ഇയാൾ മാത്രമാണ്, മറ്റാരും അതിന്റെ പിന്നിലില്ല, മറ്റാർക്കും അറിവുള്ളതായിരുന്നില്ല എന്ന നിലയ്ക്കായിരുന്നല്ലോ ഇതുവരെ നമ്മൾ കേട്ടിരുന്നത്. അങ്ങനെയല്ല, അതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടോ എന്ന സംശയം ഉണർത്തുന്ന വാർത്തയാണോ അത് വിഷ്ണു? കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഒരു തുടരന്വേഷണം നടത്താൻ ഉത്തരവിറക്കിയത്. പ്രത്യേകിച്ച് മാർട്ടിന്റെ വിദേശ ബന്ധവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് ഈ കേസ് നടന്ന സമയത്ത് പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഉത്തരവ് കിട്ടിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നാളുകളിൽ ഈ മാർട്ടിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ ചില രേഖകളും അതോടൊപ്പം തന്നെ ചില കോളുകളുമൊക്കെ വളരെ അസ്വാഭാവികമായി അന്വേഷണ സംഘത്തിന് തോന്നി. ഈ ബോംബുണ്ടാക്കിയ രീതിയും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രക്ചറും ചിത്രങ്ങളുമൊക്കെ പ്രതി ഡൊമിനിക് മാർട്ടിൻ ഒരു വിദേശ നമ്പറിലേക്ക്, ഒരു ദുബായ് ബേസ്ഡായ വിദേശ നമ്പറിലേക്ക് അയച്ചു നൽകിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിലൊരു അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുക. ഈ നമ്പറിന്റെ ഉടമയെ കണ്ടെത്താനായിട്ടില്ല. ഏതെങ്കിലും സുഹൃത്താണോ? 10 വർഷം മാർട്ടിൻ ദുബായിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഏതെങ്കിലും സുഹൃത്താണോ? അയാൾക്ക് ഈ സ്ഫോടനത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബോധ്യമുണ്ടായിരുന്നോ? അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് ലക്ഷ്യം. ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടി കുറ്റപത്രത്തിനൊപ്പം നൽകും. കുറ്റപത്രം നൽകിയിട്ട് ഏകദേശം ഒരു 3 മാസം പിന്നിടുന്നു. അതിനോടൊപ്പം തന്നെ ഈ വിവരങ്ങൾ കൂടി ചേർത്ത് നൽകും. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ, ഈ നമ്പറിന്റെ ഉടമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ അയാളെ കൂടി കേസിൽ പ്രതിയാർക്കും. 8 പേർക്കാണ് കളമശ്ശേരി സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായത്. അതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? എങ്ങനെയാണ് ഇയാൾക്ക് മാത്രം ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കാനായത്? തുടങ്ങിയ സംശയങ്ങൾ ദൂരീകരിക്കുകയാണ് ഈ തുടരന്വേഷണത്തിന്റെ ലക്ഷ്യം. ഹാഷ്മി, ചുമത്തിയ UAPയെ പിൻവലിക്കുന്ന അടക്കമുള്ള സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഇയാൾ മാത്രമാണെന്ന് പോലീസ് ഉറപ്പിച്ചതുപോലെ തോന്നിയിരുന്നു. എന്തുകൊണ്ടാണ് ഇയാളുടെ ഈ ഫോണിന്റെ വിവരങ്ങൾ, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ഈ ബോംബ് ഉണ്ടാക്കി നിർമ്മിച്ച് അയച്ചു കൊടുത്ത വിവരങ്ങൾ നേരത്തെ പോലീസ് പരിശോധിക്കാതെ പോയത് വിഷ്ണു? ഹാഷ്മി, അതിൽ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം ഈ നമ്പർ നിൽക്കുന്നത് ദുബായിലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവ് വിദേശ കേന്ദ്രീകരിച്ചൊക്കെ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് വേണം. ആ ഉത്തരവ് അന്ന് തന്നെ അപേക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഉത്തരവ് ലഭിക്കാൻ ഇച്ചിരി വൈകിപ്പോയി എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. ഈ കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണം തുടരും എന്നാണ് ആ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇനി അന്വേഷണം നടത്തുന്നതിൽ പ്രശ്നമില്ല. നേരത്തെ ഇത് ഒരു സംശയ ദൂരീകരണമാണ്. ഏതെങ്കിലും തരത്തിൽ ഇയാൾ ആരെങ്കിലുമായി ബന്ധപ്പെട്ടിട്ട് ഈ നിർമ്മാണ രീതിയൊക്കെ പങ്കുവച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയമാണ്. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഉടമയ്ക്ക് ഈ സ്ഫോടനം നടക്കുന്ന കാര്യം അറിയാതിരിക്കാം എന്നൊരു അനുമാനം പോലീസിന് ഉണ്ട്. അക്കാര്യങ്ങളൊക്കെ ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് അന്വേഷണം നടത്തുന്നത്. അതല്ല എങ്കിൽ മറ്റൊരു സാധ്യത പോലീസ് പറയുന്നത് ഒരു സ്വന്തം ഫോണിൽ നിന്നൊക്കെ ഫോർമാറ്റ് ആയി പോയാലും ഒരാൾക്ക് ഇത് അയച്ചിട്ടിരുന്നു എന്ന തരത്തിലായിരിക്കാം. ആ ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നു. ഓക്കെ, വിഷ്ണുവാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ പറഞ്ഞിരുന്ന യഹോവ സാക്ഷികൾ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു അയാൾ. അതിനുശേഷം അതിൽ മാറി ഇവരാണ് എല്ലാം ശരിയെന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെറുപ്പ് തീർക്കാൻ വേണ്ടി കൊന്നു. 8 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ.